ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു അറബിക് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ മന്തി ഹനീത്ത് ഒക്കെ പോലെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ് മദ്ഹൂത്ത്. അപ്പോൾ ഇന്ന് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ചിക്കൻ മദ്ഹൂത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. സാധാരണ മദ്ഹൂത്ത് കുക്കറിലൊക്കെയാണ് സൗദിയിൽ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ബിരിയാണി പോട്ടിൽ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഇതിലേക്കുള്ള മസാല നമ്മൾ തന്നെ എന്താ പറയുക വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുന്നതാണ്. അപ്പോൾ അതിന് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 1 ടേബിൾ സ്പൂൺ ജീരകം, പിന്നെ ഒരു 10-12 ഏലക്കായ്, ഗ്രാമ്പു, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു വലിയ പീസ് പട്ട, ഒരു 5 വറ്റൽമുളക്, പിന്നെ 2 ബേ ലീഫ്. ഇതൊക്കെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് പൊടിച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു അറബിക് മസാല നമുക്ക് കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ വാങ്ങാം. അപ്പോൾ അതിനേക്കാൾ ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന മധുഹൂത്തിന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ നമ്മൾ തന്നെ മസാല ഉണ്ടാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട റൈസ് ഒന്ന് കുതിർത്ത് വെക്കണം. നമ്മുടെ ബസ്മതി റൈസ് വെച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ 1 മണിക്കൂറൊക്കെ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സി ജാറിലോട്ട് ഒരു 3 തക്കാളിയും ഒരു കൂട് വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വെക്കാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം ഒരു ബിരിയാണി പോട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് ക്യാപ്സിക്കും പച്ചമുളകും ചേർക്കാം. പച്ചമുളക് കട്ട് ചെയ്യാണ്ടാണ് ചേർത്തിട്ടുള്ളത്. ഒരു 5 എണ്ണമൊക്കെ ചേർത്തിട്ടുണ്ട്. ക്യാപ്സിക്കം 1, പിന്നെ അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും 2 മാഗി ക്യൂബും കൂടി ചേർക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മസാലയുടെ പകുതി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്തിട്ട്, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മാഗി ക്യൂബൊക്കെ ഇട്ടതുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ അരിക്ക് 1 കിലോ ചിക്കൻ തന്നെയാണ് ചേർക്കുന്നത്. ചിക്കൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് ഒരു ഡ്രൈ ലെമൺ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഈ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ചിക്കൻ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കണമെന്നില്ല, ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്യണം വേണ്ട, ഒരു 90% ഒക്കെ കുക്ക് ചെയ്താൽ മതി. എന്നിട്ട് അത് കുക്കായതിനു ശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 5 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോഴും പച്ചമുളക് കട്ട് ചെയ്യാണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ചേർത്തതിൻ്റെ ബാക്കി നമ്മൾ പൊടിച്ച് വെച്ച മസാല അത് മുഴുവനായിട്ടും ഈ ഒരു സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ റൈസും മസാലയും നമ്മുടെ ചിക്കനും ഒക്കെ കൂടി മൊത്തത്തിലൊന്ന് നന്നായിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പിന് 1.5 കപ്പ് എന്ന രീതിക്കാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. ചൂടുവെള്ളമാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് ഇത് മൊത്തത്തിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഒന്നുകൂടി ഉപ്പ് ചെക്ക് ചെയ്യണം. റൈസിലോട്ടുള്ള ഉപ്പ് എന്തായാലും കുറവായിരിക്കും. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസ് ഒന്ന് കുക്കായി വരുമ്പോൾ ഉപ്പ് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ വെള്ളം ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. മല്ലിയില ഓപ്ഷണലാണ്, ഇടുന്നവരുണ്ട് ഇടാത്തവരുണ്ട്. അപ്പോൾ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ചേർക്കാം. എന്നിട്ട് ഇതൊന്നുകൂടി ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായിട്ട് തിളച്ച് ഈ റൈസൊക്കെ ഒന്ന് പൊങ്ങി വരുന്ന ആ ഒരു രീതിയിൽ വരെ, ആ ഒരു ഇതാവുന്നത് വരെ നമ്മളിത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് തുറന്ന് വെച്ച് കുക്ക് ചെയ്യാം. എന്നിട്ട് വെള്ളം വറ്റി തുടങ്ങുമ്പോൾ പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെച്ച് ഒരു 10-25 മിനിറ്റ് കൊണ്ട് റൈസ് ഒന്ന് കുക്കായി കിട്ടും. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അടി കട്ടിയില്ലാത്ത പാത്രമാണെങ്കിൽ അതിൻ്റെ അടിയിൽ പഴയ പാനോ എന്തെങ്കിലും വെച്ചിട്ട് വേണം വെക്കാൻ, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. എന്നിട്ട് ഇത് 10-25 മിനിറ്റ് കഴിഞ്ഞ് കുക്കായതിനു ശേഷം പിന്നെ ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് തുറന്നു നോക്കാൻ പാടുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി സ്മെല്ലും നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ മധുഹൂത്ത് റെഡിയാക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.